ഗുഡ് മോർണിംഗ് സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലാസ്റ്റ് വീക്ക് ഭയങ്കര സ്പീഡായിട്ട് പോയ പോലെ തോന്നി കേട്ടോ. ഞാനും പേഴ്സണലി ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെ ബിസി ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 20,000 രൂപയ്ക്ക് താഴെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫോണുകൾ, അതേപോലെ മോട്ടറോള എഡ്ജ് 50 പ്രോ, റിയൽമിയുടെ ഏറ്റവും പുതിയ ഫോണായിട്ടുള്ള 13 പ്രോ പ്ലസ്, ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട്. OnePlus പാഡ് 2ൻ്റെ വരുന്നുണ്ട്, റെഡ്മി പാഡിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്, സാംസങ് M35 അത് കുറേ ദിവസമായിരിക്കുന്നു, അതിൻ്റെ ഇതുവരെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകൽ വേറൊരു കമ്പനിയിൽ ജോലിക്ക് പോവുക, അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം ഇതുപോലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ വാങ്ങുക, അങ്ങനെ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതിനിപ്പോൾ ആരും ഒരു മടിയും കാണിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. സോ മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ലാസ്റ്റ് വീക്ക് നമ്മൾ ആപ്പിളിൻ്റെ ഒരു ന്യൂസിൽ നിന്നാണ് തുടങ്ങിയത്. ഈ വീക്കും ആപ്പിളിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അവരുടെ AI, അതിന് മന്ത്ലി $20 എന്ന നിലയ്ക്കുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും എന്നാണ് ഇപ്പോഴത്തേക്ക് വരുന്ന ഒരു ന്യൂസുകൾ. തുടക്കം മുതൽ തന്നെ, അതായത് iPhone 16 Pro സീരീസുകൾ ലോഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ AI സീരീസുകൾ വരുമെന്നും, ആ ഒരു സമയം മുതൽ തന്നെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ $20 സബ്സ്ക്രിപ്ഷൻ അഡീഷണൽ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല, എന്തായാലും ഒരു ഡെമോ കുറച്ച് കാലത്തിന് ഫ്രീ ആയിട്ടുണ്ടാവും, അതിനുശേഷമായിരിക്കും ആ ഒരു സബ്സ്ക്രിപ്ഷൻ വരാനായിട്ട് പോകുന്നത്. എന്തായാലും ഇങ്ങനെ കേൾക്കുന്നുണ്ട്, $20 ഉണ്ടെങ്കിൽ മാത്രമാണ് ആപ്പിളിൻ്റെ AI ഫീച്ചേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന്. അസ്യൂസിൻ്റെ സൈഡിൽ നിന്ന് ROG Ally X എന്ന് പറയുന്ന ഗെയിമിംഗ് കൺസോൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ വെടിയും പോകുമൊന്നുമില്ല, ഗെയിം കളിക്കുക എന്ന് പറയുന്ന ഒരു പർപ്പസ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള ROG Ally എന്ന് പറയുന്നത്, അലി ALLY അലി അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള ആ ഒരു ROG Ally എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ കുറച്ച് അപ്ഗ്രേഡഡ് വെർഷനാണ്. ഇതൊരു ആൻഡ്രോയിഡ് OS ബേസ്ഡ് അല്ല കേട്ടോ, വിൻഡോസ് OS ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു ഡിവൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ Ryzen Z1 Extreme എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. മുടിഞ്ഞ വിലയാണ്, 90,000 രൂപയ്ക്ക്, അതായത് 1,10,10 രൂപ കുറവുണ്ട്. 89,999 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. സോ ഗെയിമിംഗ് പ്രാന്തന്മാർക്ക് വേണമെങ്കിൽ നോക്കാം. സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും കട്ടി കുറഞ്ഞിട്ടുള്ള, അത്രയും തിന്നായിട്ടുള്ള LPDDR5X റാം കാറ്റഗറിയിൽ അവരൊരു പുതിയ റാം വേരിയൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 12 GB റാം, 16 GB റാം വേരിയൻറ്റിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 0.65 mm മാത്രമാണ്. അത്രയും തിന്നായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എയർ ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കുമെന്നാണ് സാംസങ് പറയുന്നത്. അതുവഴി ഹീറ്റ്, ചൂട് ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. എനിവേ, ഓൺ ഡിവൈസ് AI ക്യാപ്പബിലിറ്റി വരുന്ന ഫോണുകൾക്കാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഇതിൻ്റെ ഷിപ്മെൻറ്റ് കാര്യങ്ങളെല്ലാം സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കട്ടി കുറഞ്ഞിട്ടുള്ള LPDDR5X റാം കാറ്റഗറിയിൽ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് പുതിയൊരു റാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ടെക്നോയുടെ സൈഡിൽ നിന്ന് സ്പാർക്ക് 30 എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പല സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിലും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ, സ്പാർക്ക് 20 എന്ന് പറയുന്ന ഫോൺ അത്യാവശ്യം നല്ല ഫോണായിരുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ നല്ല റിവ്യൂസ് ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ കേട്ടത്. സോ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. പിന്നെ ഈ ടെക്നോ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ അധികം വേറൊന്നും ഇതുവരെ ഓടിയിട്ടില്ല. നോക്കാം. എന്തായാലും സ്പാർക്ക് 30 എന്ന് പറയുന്ന ഫോൺ ടെക്നോയുടെ സൈഡിൽ നിന്ന് അധികം വൈകാതെ വരുന്നുണ്ട്. ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ നോട്ട് സീരീസിൽ നോട്ട് 40X എന്ന് പറയുന്ന പുതിയൊരു ഫോൺ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 15,000 രൂപയ്ക്ക് താഴെ വില വരുന്ന ഈ ഒരു ഫോണിൽ Dimensity 6300 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് വരുന്നുണ്ട്, 12 GB റാം വരുന്നുണ്ട്, 108 മെഗാ ക്യാമറ വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ ബാക്കിലത്തെ ക്യാമറ മൊഡ്യൂൾ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഐഫോണിൻ്റെ പ്രോ സീരീസുകളുണ്ടല്ലോ അതേപോലെ. ഇൻഫിനിക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒന്ന് സ്റ്റേബിളായി വരുന്നൊരു കമ്പനിയാണ്. അവർക്കെങ്കിലും ഈ ഒരു ക്യാമറ മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു കോപ്പി അടിക്കുന്ന പരിപാടി മാറ്റിയിട്ട് നല്ലൊരു ഡിസൈൻ അവർക്ക് എന്ത് സാധിക്കുന്നു അത് ചെയ്തുകൂടെ? ഇങ്ങനെ കോപ്പി അടിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ? ഹുവാവേ എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയുടെ ചെയർമാൻ റിച്ചാർഡ് യു, അദ്ദേഹം ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 3 മടക്ക് മടക്കാൻ പറ്റുന്ന, അതായത് ട്രൈഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് സ്പോട്ട് ചെയ്തെന്നും കൂടുതലുള്ള ആളുകളൊക്കെ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയയിൽ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഹുവാവേ എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് അധികം വൈകാതെ 3 മടക്ക് മടക്കാൻ പറ്റുന്ന, ട്രൈഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകൾ എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു വാർത്ത. ഇന്ത്യയിൽ ഐക്യുവിൻ്റെ സൈഡിൽ നിന്ന്
ആദ്യമായിട്ട് ഒരു TWS ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. IQ TWS 1i എന്ന് പേരിട്ടിരിക്കുന്ന ആ ഒരു ഡിവൈസ് കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലോട്ട് വരുമ്പോൾ പേര് മാറ്റുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ മാസം 21-ാം തീയതി സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള IQ Z9s സീരീസുകളുടെ ലോഞ്ച് ഉണ്ടല്ലോ, ആ ഒരു ഇവൻറ്റിൽ തന്നെ ഈ ഒരു TWS 1i എന്ന് പറയുന്ന ഡിവൈസും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പ്രൈസ് ഏകദേശം 1800 രൂപയ്ക്ക് താഴെയാകുമെന്നും പറയുന്നുണ്ട്. HMD ബാർബി എന്ന് പറയുന്ന ഫോണിൻ്റെ ലീക്ക്ഡ് റെൻഡേഴ്സ് ഇമേജ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇമേജ് കണ്ടപ്പോൾ, ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പൂരപ്പറമ്പിൽ 99 രൂപയ്ക്ക് ഒരു ടോയ് കിട്ടും. ഇപ്പോൾ അത് കുട്ടികൾക്ക് കളിക്കുന്നത് ഇതേ കളർ വേരിയൻറ്റിൽ തന്നെയാണ് വരുന്നത്, റോസ് കളറിൽ. നമ്മളതിൽ 1, 2 നമ്പറൊക്കെ ഞെക്കി കഴിഞ്ഞാൽ ധൂമ്മച്ചാലേ എന്നുള്ള പാട്ടൊക്കെ വരും. എനിക്ക് ആ ഒരു സംഭവമാണ് ഇവിടെ കണ്ടപ്പോൾ ഓർമ്മ വരുന്നത്. ഇനി ഇതൊരു സ്മാർട്ട് ഫോൺ ആയിരിക്കില്ല, അതായത് ആൻഡ്രോയിഡ് ബേസ്ഡ് ആയിരിക്കില്ല, ഒരു ഫീച്ചർ ഫോണായിട്ടാണ് വരാൻ. ചൈനയിൽ ഈ മാസം ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. HMD ബാർബി എഡിഷൻ. ഈ HMDയുടെ സൈഡിൽ നിന്ന് ഒരു മാസം മുന്നേ സ്കൈലൈൻ എന്ന് പറയുന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണാണ് കമ്പനിയുടെ, HMD എന്ന് പറയുന്ന കമ്പനിയുടെ ഫസ്റ്റത്തെ ഒഫീഷ്യൽ സക്സസ്ഫുൾ ഫോൺ എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല, മറ്റ് കൺട്രികളിലൊക്കെ വന്നിട്ടുണ്ട്. എനിവേ, ഇത് നമ്മുടെ പണ്ടത്തെ നോക്കിയ ലൂമിയ ഡിവൈസ് ഉണ്ടല്ലോ, അതിൻ്റെ സെയിം ഡിസൈനിലാണ് ഇത് വരുന്നത്. അധികം വൈകാതെ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. ഇവരുടെ 1-2 ഫോണുകൾ HMD ക്രസ്റ്റ് മാക്സ് എന്നൊക്കെ പറയുന്ന ഫോണുകൾ ഇപ്പോൾ ഇന്ത്യയിൽ വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. ആമസോണിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മീഡിയടെക് Dimensity 9400, അതുപോലെ ക്വാൽകോമിൻ്റെ സൈഡിൽ നിന്നുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 4, ഈ 2 പ്രൊസസ്സറുകളുടെയും ഡിസൈനിങ്, മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളതും ഇതിൻ്റെ പെർഫോമൻസ് സ്കോറുകൾ പല ബെഞ്ച് മാർക്ക് വെബ്സൈറ്റിലും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ചിപ്സെറ്റുകൾ വെച്ച് അത് വരുന്ന, അതായത് വിവോയുടെ സൈഡിൽ നിന്നുള്ള X200, സാംസങ്ങിൻ്റെ S25 സീരീസുകൾ, OnePlusൻ്റെ 13, ഈ ഫോണുകളൊക്കെ അധികം വൈകാതെ തന്നെ അനൗൺസ്മെൻറ്റ്, അതിൻ്റെ ടീസർ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എനിവേ, പറഞ്ഞു എന്ന് മാത്രം. മീഡിയടെക്കിൻ്റെ സൈഡിൽ നിന്ന് ഹീലിയോ സീരീസിൽ G100 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് അവർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചിപ്സെറ്റ് വെച്ച് വരുന്ന ആദ്യത്തെ ഫോൺ ടെക്നോ കാനൺ 30S Pro എന്ന് പറയുന്ന ഫോണായിരിക്കും എന്നാണ് പറയുന്നത്. എനിവേ, കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഹീലിയോ G99 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ള പെർഫോമൻസിലോ ഗ്രാഫിക്സിലോ കോറുകളിലോ ഒന്നും വ്യത്യാസം ഇല്ല എന്നാണ് പറയുന്നത്. വ്യത്യാസം വരുന്നത് നമുക്ക് ഈ ഒരു G100 എന്ന് പറയുന്ന ചിപ്സെറ്റിൽ 200 മെഗാപിക്സൽ വരെയുള്ള ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും, പെർഫോമൻസ് ആണെങ്കിലും എല്ലാതും G99 ആയിട്ട് ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. സാംസങ്, ആപ്പിൾ, ഗൂഗിൾ ഇവരൊക്കെ 20 വാട്ട് 40 വാട്ടൊക്കെ ഭയങ്കര ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് പറയുന്ന സമയത്ത് റിയൽമി എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ 300 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ മാസം 14-ാം തീയതിയാണ് ചൈനയിൽ ഈ ഒരു ടെക്നോളജി 300 വാട്ട് ഫാസ്റ്റ് ചാർജിൻ്റെ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഡിവൈസും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ എന്തായാലും 300 വാട്ടിൻ്റെ ചാർജിങ് സൊല്യൂഷനായിട്ട്, അല്ലെങ്കിൽ 300 വാട്ടിൻ്റെ ചാർജിങ് ടെക്നോളജി ആയിട്ട് റിയൽമി ഈ മാസം ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. റിയൽമി 300 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഷവോമി 7500 mAh പ്ലസ് 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററി ഡെവലപ്പ് ചെയ്യാനുള്ള തിരക്കിലാണെന്നാണ് വാർത്തകൾ പറയുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി വേണ്ടി വരും എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI ക്യാപ്പബിലിറ്റി ഒക്കെ വരുമ്പോൾ കൂടുതൽ പവർ കൺസപ്ഷൻ വേണ്ടി വരും. സോ 5000 mAh 4000 mAh ഒന്നും വെച്ചിട്ട് ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സോ 6000 mAh മിനിമം ഇനി എല്ലാ ഫോണിലും വേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. സോ 7500 mAhൻ്റെ ബാറ്ററി വിത്ത് 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, അത് ഷവോമിയുടെ സൈഡിൽ നിന്ന് അധികം വൈകാതെ എക്സ്പെക്ട് ചെയ്യാം. ഹോണറിൻ്റെ സൈഡിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന 300 Pro എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ലീക്ക്ഡ് റെൻഡറുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്യാമറ മൊഡ്യൂൾ ഉണ്ടല്ലോ, ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് ഹോണർ പിടിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. കാണുമ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. എനിവേ, ഇതൊരു റൂമറാണ്, അതേപോലെ ലീക്ക്ഡ് ഇമേജ് ആണ്. സോ എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ല. എന്തായാലും 300 Pro എന്ന് പറയുന്ന ഡിവൈസിൽ ഒരുപക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ക്യാമറ മൊഡ്യൂൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പോക്കോയുടെ സൈഡിൽ നിന്ന് അധികം വൈകാതെ ഒരു ടാബ്ലറ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കമ്മിങ് സൂൺ എന്ന് പറയുന്ന ഒരു ടീസർ ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്നോ എന്താണ് സ്പെക്കെന്നോ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല. മിക്കവാറും ഷവോമിയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ റെഡ്മിയുടെ സൈഡിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഏതെങ്കിലും ടാബ്ലറ്റിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത്. എന്തായാലും പോക്കോ എന്നുള്ള ബ്രാൻഡിങ്ങിൽ ഒരു ടാബ്ലറ്റ് അധികം വൈകാതെ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കമ്പനിക്കാരും ഒരുപാട് ടാബ്ലറ്റുകൾ വീണ്ടും ഇറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എത്ര ടാബ്ലറ്റുകൾ വന്നാലും ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഷിപ്പ് ചെയ്യുന്നത് അത് ആപ്പിളിൻ്റെ ഐപാഡുകൾ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.
സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് M55S എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. BIS സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിലൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിവേ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന് പറയുന്ന അവരുടെ സ്വന്തം ചിപ്സെറ്റാണ്. സോ അത്രയൊക്കെ തന്നെയുള്ള പ്രത്യേകിച്ച് വെടിയും പോകുമൊന്നും ആരും എക്സ്പെക്ട് ചെയ്യേണ്ട. എന്തായാലും സാംസങ് ഗാലക്സി M55S എന്ന് പറയുന്ന സാംസങ് ഡിവൈസ് അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, സാംസങ് ഗാലക്സി ഫോൾഡ് ഡിവൈസുകൾ ഡിസൈൻ ചെയ്യുന്ന ടീമിൽ ഒരാളുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. സോ അദ്ദേഹം പറയുന്നത് ഈ സാംസങ് ഫോൾഡ് ഡിവൈസുകൾ ഡിസൈൻ ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 2008 മുതലാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള ആദ്യത്തെ ആൻഡ്രോയിഡ് ഡിവൈസ് വന്നിട്ടുള്ളത് തന്നെ 2009 സോ അതിന് മുന്നേ തന്നെ അവർ ഈ ഒരു ഫോൾഡ് ഡിവൈസുകൾക്ക് വേണ്ടിയിട്ടുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ കുറേ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. എനിവേ കേട്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ എന്ന് പറയുന്നത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.